തൂക്ക് മാറ്റടാ. കഥകൾ നാട്ടിലെങ്ങുമേ പാട്ടായേ ചിന്തകളാൽ തോണ്ടയിടും രാവണ നോക്കി ജഗനോ ബുദ്ധി രാക്ഷസൻ നീയാണോ. എന്റെ പൊന്നു പാർവതി ഒന്ന് വേഗം വാ, ഉള്ള കല്ല് മൊത്തം ദേഹത്ത് കെട്ടി വെച്ചിട്ട് വേഗം. നല്ലൊരു ദിവസമായിട്ട് സത്യം. ഓ നമ്മളെ വന്നിട്ട് ഒരു വർഷത്തിന് ശേഷം വീണ്ടും കാണുക. മഹാബലിയൊന്ന് അത് ശരതേട്ടനില്ല, ഞാൻ വന്നതിന് ശേഷം വന്ന്. പുതിയ ആളാണ്. കുഞ്ഞാപ്പ ചേട്ടൻ വാ. ഭയങ്കര ബിൽഡപ്പ് ഒക്കെ കൊടുത്തേ. ധ്യാൻ ചേട്ടനെ കൊണ്ടുവരാ, സിംഹത്തിനെ കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞേ. എന്നിട്ട് ധ്യാൻ ചേട്ടൻ ഇങ്ങനെ സിംഹത്തിനെ പോലെ വെള്ളത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന വീഡിയോ ഞങ്ങൾ കണ്ടു. ആണോ? വീഡിയോ കിട്ടായിരുന്നു. നീയാണ് ഈ എയിലൊക്കെ ഇത് വൃത്തിയടക്കം ചെയ്യുന്നത്. അലവലാതിയായിട്ടുള്ള ആളല്ലേ ഡിറ്റക്റ്റീവ് ഉജ്ജലൻ? നമ്മളൊക്കെ മറന്നല്ലേ? മറന്നിട്ടില്ല, എന്നാലും ഓർമ്മയില്ല. ഓർമ്മയില്ല. ഡിറ്റക്റ്റീവ് ഉജ്ജല് ഒരു കേസും ഇല്ലാതെ ലെട്ടിലെടുക്ക് കേസുമായിട്ട് വെറുതെ ആ ഗ്രാമത്തിൽ കൂടെ ഈ വണ്ടിയിൽ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞെടുത്തപ്പ ഇതിന്റെ ടയറിന് മൊത്തം എയർ അടിച്ചെന്ന് ആരാ അവിടെ? ആരാണ്? ആരോ എയർ അടിച്ചു തന്നു. ഇത് മാത്രമല്ല, കുഞ്ഞിരാമായണ ലൊക്കേഷനിൽ ഷൂട്ട് നടക്കുന്നിടത്ത് ബേസിന്റെ അടുത്ത് വന്നിട്ട് നിങ്ങളുടെ പേര് പൊട്ടൻ ലാലു നിട്ടോ എന്ന് പറഞ്ഞു കൊടുത്താരാ? അത് നീ ആയിരിക്കും. വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു ബന്ധുവില്ലാത്ത നരച്ച കുറെ ബിഗ് വെച്ചെല്ലാരും കൂടെ പടത്തിലൊന്നും ഉണ്ടാവല്ലോ കേട്ടോ. പോയാ പുള്ളി അല്ലെങ്കിൽ ഇതുപോലെ തന്നെ എതിർപ്പാ. നിന്റെ കരിയർ വെച്ചിട്ടാണ് അടുത്ത ലൊക്കേഷൻ അടുപ്പിക്കൂലോ. നീ ആയിരിക്കും. ലാലേട്ടൻ ഫാൻസ് നോക്കിയിരിക്കുക. എന്റെ ധ്യാനേ, ഇദ്ദേഹത്തിന് അറിയാമോ സത്യമായിട്ട്? ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇവനെ അറിയാ. അങ്ങനെ ചോദിച്ചാ പണ്ട് എന്റെ സെറ്റിലൊക്കെ എന്റെ വളർച്ച കാണണമെന്നും ഏകദേശം ഇതേപോലെ അങ്ങനെ എന്റെ ഒരു കളിക്കൂട്ടുകാരൻ ഉണ്ടായിരുന്നു, ഒരു കുഞ്ഞാപ്പു എന്ന് പറഞ്ഞ ഒരാള്. സത്യം പറഞ്ഞ ഞാൻ വളർന്നു കാണണമെന്നും ഞാൻ സിനിമയിൽ ഒരുപാട് സിനിമകൾ ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന ഒരാൾ. അവനാണ് ഇവൻ. വലിഞ്ഞേറി വന്ന കൂട്ടുകാരൻ ഇവൻ തന്നെ. എല്ലാം ഇവൻ തന്നെ. നമ്മുടെ പ്രസിഡന്റ് കുഞ്ഞാപ്പുന്റെ കൂട്ടുകാരൻ. കണ്ണ് നിറഞ്ഞു പോയി. ഞാൻ പെട്ടെന്ന് എലിമിനേഷൻ ആയി പോയി. സന്തോഷായോ? സന്തോഷായി.